എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നമ്മുടെ ജിസയിൽ പോയി. ജിസയിലും അതുപോലെ തന്നെ നമ്മുടെ ആര്യനും നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു മുന്നോട്ട് വന്നത്. നമ്മൾ അന്ന് തൊട്ടേ ഇവർ രണ്ടാളും വന്ന ആ ഒരു സമയം തൊട്ടേ ഇന്ന് 64ാമത്തെ ദിവസം, ഇത്രയും ദിവസവും നമ്മളിത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജിസയിൽ പോയി. ജിസയിലിന് വിഷമം ഉണ്ടെങ്കിലും പുറമേ ഒന്നും കാണിച്ചിട്ടില്ല. ചിരിച്ച് കളിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് ജിസയിൽ പോയത്. ജിസയിൽ പോയ സമയത്ത് നമ്മുടെ ആര്യൻ കിടന്ന് കരയുകയും ബഹളമയ്ക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ആര്യനെ സമാധാനിപ്പിക്കാനായിട്ട് അക്ബറും മറ്റ് വീട്ടിലുള്ള മറ്റ് മത്സരാർത്ഥികളും ഒരുപാട് കഷ്ടപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ കഴിഞ്ഞു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ, അതായത് ലാലേട്ടൻ പോയതിന് ശേഷം കാണിച്ച ഒരു സംഭവം കേട്ടോ. പുള്ളിക്കാരൻ ഇങ്ങനെ പിന്നീട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ ഭയങ്കര കൂളാണ്. പുള്ളിക്കാരൻ ഇരുന്നിട്ട് ഈ ഊഞ്ഞാലുണ്ടല്ലോ അവിടെ, വരിച്ചിൽ ഊഞ്ഞാൽ, അപ്പോൾ അതിലിരുന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഇങ്ങനെ ആട്ടം ആടിക്കൊണ്ടിരുന്നിട്ട് ഓരോരോ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഭയങ്കര ചർച്ച ചെയ്യുകയാണ് നമ്മുടെ ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥി. പിന്നീട് കാണുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ തന്നെ പുതിയ ക്യാപ്റ്റനായിട്ട് വരുന്ന നമ്മുടെ ആദിലേക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് പുള്ളിക്കാരൻ. ടീം തിരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണ്. അതിന് വേണ്ടുന്ന സജഷനൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരൻ. അത് കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഇത്രയും ദിവസം ജിസയിൽ എന്നും പറഞ്ഞ് പിന്നാലെ നടന്നിട്ട് ആ ഒരു വ്യക്തി പോയതിൻ്റെ ഒരു വിഷമവും ഇല്ല പുള്ളിക്കാരന്. ശരിക്കും ഈ ജിസയിൽ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് കിടന്ന് ചീത്തപ്പേര് കേട്ടത് തന്നെ വെറുതെ ആയി എന്നാണ് തോന്നുന്നത്. ശരിക്കും അതൊരു അനാവശ്യപ്പെട്ട കാര്യം തന്നെയായിരുന്നു. രണ്ടുപേരുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. ഈ ഒരു സമയത്ത് ജിസയിൽ പുറത്തു പോയ സമയത്ത് അത് പറയാമോ എന്ന് തന്നെ അറിയില്ല. എന്നാലും ഞാൻ പറയും. അപ്പോൾ എന്തായാലും ആര്യൻ പക്കാ ഗെയിമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ആര്യൻ ഭയങ്കര ഹാപ്പിയാണ്. ആര്യൻ അതിലേക്ക് ടീം തിരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ഈ ഒരു വീക്കിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആദിലയാണ്. അപ്പോൾ എന്തൊക്കെ അവിടെ നടക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ള ഏറ്റവും അധികം അലപ്പും ബഹളവും ഒക്കെ നിറഞ്ഞ ഒരു വീക്കായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.